അപ്പോൾ വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ മലയാളികൾ തുടങ്ങിക്കഴിഞ്ഞു. നാട്ടിലെങ്ങും കണിക്കൊന്ന സ്വർണ്ണ തിളക്കത്തിൽ പൂത്ത് നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഈ വഴിയോരത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയാണ് കണിക്കൊന്ന ഇങ്ങനെ മഞ്ഞ നിറത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ കണി ഒരുക്കാനുള്ള കണി വെള്ളരിയും റെഡിയാണ്. പെരുവയൽ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വിളവെടുപ്പ് തകൃതിയായി നടക്കുന്നുണ്ട്. ആ കാഴ്ചയിലേക്കാണ് ഇനി പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. അപ്രതീക്ഷിതമായി പെയ്ത മഴ കൃഷിയെ ബാധിച്ചെങ്കിലും കോഴിക്കോട് പെരുവയലിലെ വയലുകളിൽ ഇപ്പോൾ കണിവെള്ളരിയുടെ വിളവെടുപ്പ് കാലമാണ്. കാർഷിക ഗ്രാമമായ ചെറുക്കുളത്തൂരിലെ കിഴക്കുംപാടത്ത് കൃഷിഭവന് കീഴിൽ കർഷക കൂട്ടായ്മകൾ രൂപീകരിച്ചായിരുന്നു കൃഷി ഇറക്കിയത്. ഈ പ്രാവശ്യം നല്ല ഡിമാൻഡാണ് കാണുന്നത്. കച്ചവടക്കാരനെ ഓടി നടക്കുന്നുണ്ട്. നമ്മളെ വിളിക്കുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊടുക്കാൻ. കഴിഞ്ഞ വർഷമൊക്കെ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന കുറേ ആളുകളുണ്ട്. അവരും ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ കയറ്റി അയക്കാൻ പല സ്ഥലത്തും നിന്നും വിളിച്ച് പറയുന്നുണ്ട്. ഡിമാൻഡാണ് ഈ വർഷം കാണുന്നത്. വിഷു അടുത്തതോടെ വൻ ഡിമാൻഡാണ് കണിവെള്ളരിക്ക്. മാളുകളിലേക്കാണ് കൂടുതലും കയറ്റി അയക്കുന്നത്. നിറത്തിനും വലുപ്പത്തിനും അനുസരിച്ച് 40 മുതൽ 60 രൂപ വരെ കർഷകർക്ക് ലഭിക്കും. ആവശ്യക്കാർ നേരിട്ട് തോട്ടങ്ങളിലെത്തി കണിവെള്ളരി വാങ്ങുന്നതും കർഷകർക്ക് ഉപകാരമാണ്. 24 കോഴിക്കോട്.